കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. നിർത്തടിയുമാരെ വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. പാത്തുമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പൊരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? കുടുംബത്തെ കേറി നിര നിര നിരങ്ങും ഉള്ളതെല്ലാം വാരിക്കെട്ടി ഒതുക്കും ഈ വീട് മൂടിപ്പിക്കുമേ. അളിയനെന്നും മൂത്തപ്പന്റെ മകനെന്നും ബന്ധത്തിൽ ബന്ധുവിന്റെ ബന്ധക്കാരൻ മാമനെന്നും ചൊല്ലി വരും വിരുന്നുകൾ ബന്ധുക്കൾ മൊത്തത്തിൽ ശല്യങ്ങളാ. പടച്ചോനെ ചതിച്ചെന്നാ തോന്നണേ, ഏതോ വിരുന്നുകാരനാന്ന് തോന്നണ്ടിട്ടാ. അത് വിരുന്നുകാരനൊന്നും അല്ല മനുഷ്യനെ, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഷെമീറ. ഷെമീറാണെങ്കിൽ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നീ ബാഗത്തേക്ക് വെക്കോ. എന്ത് പണിയാ കാണിച്ചത്? ഇവിടെ ഉള്ള എന്റെ പെങ്ങൾക്കൊരു ചെറുക്കൻ ആലോചിച്ചില്ലേ? അവൻ നല്ല സ്വഭാവക്കാരനാന്നല്ലേ പറഞ്ഞത്? അവൻ അടിപൊളി ചെക്കനല്ലേ? എന്റെ പെങ്ങളൊന്ന് മനസമാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ അവനെ കൊണ്ട് കെട്ടിച്ചത്. അതിനിപ്പോ എന്താ? അവനിപ്പോ അവളിട്ടിട്ട് പോയില്ലേ? എടാ നിന്റെ പെങ്ങക്ക് മാത്രം മതിയാ മനസമാധാനം, പിന്നെ അവനും വേണ്ടേട പുള്ളേ മനസമാധാനം. അതൊക്കെ പോട്ടെ, എന്റെ കൂട്ടുകാരൻ ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. ശരി, സ്റ്റാറ്റസിന് പറ്റിയ പെണ്ണായിരിക്കണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ, നമ്മൾ ആ ടൈപ്പ് അല്ല, ഈ പരിപാടി നടക്കൂല. എന്താണ്? എടാ നിന്റെ കൂട്ടുകാരൻ ക്ലീറ്റസിന് ഒരു പെണ്ണ് ഓക്കെ, ആ പെണ്ണ് തന്നെ സ്റ്റാറ്റസിനും വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ഇടപാടാണോ? ഒരു പെണ്ണ് തന്നെ രണ്ടുപേർക്ക്. നമ്മളെ കൊണ്ട് ഇത് പറ്റുമൊന്നുമില്ല, പോളർക്ക് അവിടുന്ന് പോവല്ലേ, അവിടെ നിന്നേ. നിനക്കും വേണ്ടടാ ഒരു പെണ്ണും പെടക്കോയേക്കാ. അല്ല, അതിന് നമുക്ക് പറ്റിയ പെണ്ണ് ഇക്കടായാലുണ്ടാ. എടാ നിനക്ക് പറ്റിയ നല്ലൊരു അടിപൊളി പെങ്കൊച്ച് നമ്മുടെ കയ്യിലുണ്ടെന്ന്. ആരാത്? ഓ സൈനബ. ഓ സൈനബ. ഓമല്ലൂർ പറമ്പിൽ സൈനബ. ആളെങ്ങനെയുണ്ട്? ഓ സൈനബ, അഴകുള്ള സൈനബ. സുലൈമാന്റെ മൂത്ത മോൾക്കു ചീത്ത പേരുമില്ലടാ. ഓ സൈനബ, തണ്ടുള്ള സൈനബ. 8 കൊല്ലം തോറ്റ നോറ്റ കുറവെയുള്ളടാ. ഉയരമില്ലടാ, ഒട്ടും വിവരമില്ലടാ. ഒന്നോർത്ത് നോക്ക്, നിനക്കു ചേർന്ന പെണ്ണു തന്നെടാ. ഈ പെണ്ണ് ശരിയാവില്ല, ഈ പെണ്ണ് ശരിയാവില്ല. നീ പോവല്ലേന്ന്. എടാ ഒരു കല്യാണം കഴിഞ്ഞാലാണ് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നീ അടുത്ത ആഴ്ച ഗൾഫിൽ പോകാൻ പോണ ആളാണല്ലോ. അതെ, നീ കല്യാണം കഴിഞ്ഞ് നേരെ ഗൾഫിലോട്ടാണ് പോണത്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് നീ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നിന്റെ ബീവിയുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും? അതെങ്ങനെയാണ് നമ്മൾ ഇക്കടുത്ത് പറയണത്? എടാ നീ 5-6 കൊല്ലം കഴിഞ്ഞാണ് നാട്ടിലേക്ക് വന്നത്. അപ്പൊ നിന്റെ ബീവിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. കാണിക്കാതെ പറഞ്ഞോടെ പുള്ള, എന്തായിരിക്കും എന്റെ ബീവിയുടെ മനസ്സിന്റെ ഉള്ളില്? അതിക്കന്നെ പറ. ഞാൻ പറയട്ടെ, നിന്റെ ബീവിയുടെ മനസ്സിന്റെ ഉള്ളില് ലഗേജ്. അതിനെ കുറിച്ച് അനുഭവമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂ മോനെ. പടച്ചോനെ, എന്തോ എടങ്ങേറ് പറ്റിട്ടുണ്ടല്ല. നീ വിട്ടോടാ പുള്ളേ. പാത്തുമ്മ പ്രായം അറിയാണ്ട് കടന്ന് തുള്ളല്ലേ, എന്താ കാര്യമെന്ന് പറയാൻ? നിങ്ങക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചോണ്ട് നടക്കണേ? എടി, എന്തെങ്കിലും എടങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലിങ്കഞ്ഞി പരുവത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്കൊരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയാ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ലല്ലോ അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ പോട്ടം പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങേറാക്കാൻ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ
ഞാൻ ഉടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണ? പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? ഓ നിനക്കിപ്പൊ ടൂറിന് പോകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. ആ ഇക്ക, എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടിക്കും. ഓ ഈ വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് പ്രാന്താ. എടി ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടാരടങ്ങാനായിട്ട് നാശപ്പെടുന്ന് പോകയില്ല. മാമാ പടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അകത്തേക്ക് ഇട്ടോളു. അപ്പോഴത്തേന് നീർക്കോലി എത്തി. മാമാ ഞാനെത്തി. അളിയന്റെ മോനെ മൂശട്ട ചെക്ക പാപ്പാറെ തല്ലിട്ട് ജയിലിൽ പോയോനെ മേലാലി കുടുംബത്തെ കേറിയാൽ നിന്നെ കൊല്ലും ഞാൻ. കല്ലല്ലേ മാമ കൊല്ലല്ലേ മാമ പറയണ കേട്ട് ഞാൻ നിന്നോട മാമ പണ്ടത്തെ പോലെ ഞാൻ കാശും കൊണ്ടിവിടുന്നേ മുങ്ങൂല. വേണേ കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തം കെട്ടോനെ. അല്ല വിരുന്നു പാർക്കുവാൻ പരുങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഓഹോ പോവഹയാ 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 ഒന്ന് പോവഹയാ. പാത്തുമ്മ നീ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അവന് പോയിട്ട് വേറെ കാര്യമുള്ളതാണ്. അയ്യോ ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു. അവന് പെട്ടെന്ന് പോകാനുള്ളതാണെന്ന്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇടങ്ങേറായില്ല പഠിച്ചോനെ. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്ക. അവന് ചോറുണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് തിന്നും? എന്നാ പെട്ടെന്ന് പോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്ക് പാത്തുമ്മ. അവന് പോണോന്ന്. അല്ല എനിക്കറിയാൻ മേലട്ട് ചോദിക്കാൻ എന്നെ പറഞ്ഞു വിടാൻ മാമാക്കന്നെ ഇത്ര ധൃതി. എടാ നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. അത് തന്നെ. ഇവനിപ്പൊ എന്ത് ചെയ്തെന്ന് എങ്ങളീ പറയണേ? ആ നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയനോട് എന്തോ വേണ്ടാതിനം പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? ചെന്നായിരുന്നു. എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാടാ പിന്നെ അവരൊക്കെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തെന്ന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂലെന്ന്. നീ കിട്ടണ വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ ദേവൻ അടുത്ത ചെലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാചാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ഇനി ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനക്ക് അറിയാമോടാ? കവാസാക്കി